ആഹാ, എന്താ ഭംഗിയല്ലേ. റാണി മല്ലികയ്ക്ക് ഈ സ്ഥലം കണ്ടിട്ട് എന്തെങ്കിലും തോന്നുന്നുണ്ടോ? നമ്മുടെ പഴയ അത്ഭുതദ്വീപ് ഓർമ്മ വന്നില്ലേ? ഒരു കാര്യം ചെയ്താലോ, നമുക്ക് ആ പഴയ സ്മരണകൾ അയവിറക്കിക്കൊണ്ട് ആ ചക്കരമാവ് ഒന്നുകൂടെ കീച്ചിയാലോ? ഡാൻസ് ചെയ്യുമോ? ഓക്കെ, പാട്ടും മേളവും തുടങ്ങട്ടെ. ചക്കരമാവിന്റെ കൊമ്പത്തിരിക്കണ മാമ്പഴ പോലത്തെ മങ്കപ്പെണ്ണ, എത്തിയിട്ടും തൊട്ടില്ല തൊട്ടിട്ടും എത്തിയില്ല എന്താ കൊമ്പത്തെ തത്തപ്പെണ്ണ. ചക്കരമാവിന്റെ കൊമ്പത്തിരിക്കണ മാമ്പഴ പോലത്തെ മങ്കപ്പെണ്ണ, എത്തിയിട്ടും തൊട്ടില്ല തൊട്ടിട്ടും എത്തിയില്ല എന്താ കൊമ്പത്തെ തത്തപ്പെണ്ണ. ഇളങ്കരിക്കിന്റെ കണ്ണ് കുത്തും തെറിച്ചു തുള്ളുന്ന ബെണ്ടാപ്പൻ. വാ തട്ട് തട്ടട തട്ടാളി, മുട്ടു മുട്ടട മുട്ടാളി, തട്ടിക്കൊടെ മുട്ടിക്കൊടെ മുട്ടി തട്ടിക്കൊട് തട്ടാളി. ചക്കരമാവിന്റെ കൊമ്പത്തിരിക്കുന്ന മാമ്പഴം പോലത്തെ മങ്കപ്പെണ്ണ, എത്തിയിട്ടും തൊട്ടില്ല തൊട്ടിട്ടും എത്തിയില്ല എത്താ കൊമ്പത്തെ തത്തപ്പെണ്ണ. അല്ല, ഇത് മല്ലിക, എന്റെ അത്ഭുത ദ്വീപിലെ നായിക. അത്ഭുത ദ്വീപിന്റെ കാര്യം എന്തിനാ ഇവിടെ ഇപ്പൊ ഇതൊക്കെ എനിക്ക് കാര്യം പിടി കിട്ടി. എന്താണ് ചേച്ചിക്ക് മനസ്സിലായില്ലേ? അതായത് പാർട്ട് 1 പാർട്ട് 2 ഇറങ്ങാൻ പോകുന്നു. ഓ അത് ശരി, രണ്ടിലും നമ്മളില്ല. നമ്മള് കുഞ്ഞായിരിക്കുമ്പോ അത്ഭുത ദ്വീപ് ഇല്ലായിരുന്നു. വലുതായി കഴിഞ്ഞപ്പോഴത്തേക്ക് ദേവടെ അത് വേറെ നായികയായി, അതുമില്ല. ഒരത്ഭുതവും ഇല്ല. അല്ല, ഒരുപാട് സന്തോഷമുണ്ട്. കാരണം എന്താണെന്നറിയോ, നമ്മള് ഇപ്പൊ ഏതാണ്ട് 18 വർഷം കഴിഞ്ഞു അത്ഭുത ദ്വീപ്. ഇപ്പോഴും കുട്ടികൾക്ക് അതിനോട് ഒരു ഭയങ്കര, പ്രത്യേകിച്ച് കുട്ടികൾക്ക് മാത്രമൊന്നുമല്ല ചേട്ടാ, എല്ലാവർക്കും. അല്ല, നിങ്ങളന്ന് കുട്ടികളായിരുന്നല്ലോ, ഇപ്പോഴും ആണല്ലോ. അല്ലെ? ഇപ്പൊ ഈ പറഞ്ഞ പോലെ തന്നെ അത്ഭുത ദ്വീപ് 2 വിനയൻ സാർ അനൗൺസ് ചെയ്തിട്ടുണ്ട്. അതൊരു വളരെ സന്തോഷമുള്ള ഒരു കാര്യമാണ്. കാരണം ഒരുപാട് പേര് ഇതിനു വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുക എന്നുള്ള രീതിയിലുള്ള കമന്റ്സുകളും നേരിട്ടും അല്ലാതെയൊക്കെ അറിയിക്കുന്നത് നമ്മൾ സ്റ്റേജിലൊക്കെ ചെന്ന് കഴിയുമ്പോഴും ചില വേദികളിൽ പറയുമ്പോൾ ഭയങ്കരമായിട്ട് ആളുകൾ അത് ഏറ്റെടുക്കുന്നുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ഒന്നുപോലെ തന്നെ രണ്ടും എല്ലാവരും സ്വീകരിക്കും എന്നുള്ളതാണ് വിശ്വാസം. തീർച്ചയായിട്ടും ഉണ്ണി മുകുന്ദനാണ് മെയിൻ റോള് ചെയ്യുന്നത്. അതുപോലെ നമ്മുടെ മാളികപ്പുറം സ്ക്രിപ്റ്റ് റൈറ്റർ അഭിലാഷ് പിള്ള മെയിൻ റോൾ ചെയ്യുന്നത് വേറെ ആളാണ്. അത് മനസ്സിലായി. മെയിൻ റോൾ ചെയ്യണത് നമ്മുടെ ബക്രുചേട്ടൻ. പറയാൻ വേണ്ടി പറയിപ്പിക്കാൻ വേണ്ടി. അല്ല, ഇത് എന്ത് റോളെന്നുള്ളതല്ല, അത്ഭുത ദ്വീപിന്റെ ഭാഗമാകുക എന്ന് പറയുന്നത് ഏറ്റവും വലിയ സന്തോഷമുള്ള ഒരു കാര്യം. ഒന്ന്, രണ്ടാമത് ഞാൻ മാത്രം എന്നുള്ളതല്ല, നമ്മളെ പോലെ തന്നെ ചെറിയ കുറെ കലാകാരന്മാരുണ്ട്. അവര് വളരെ എന്താ പറയുക, ആവേശത്തിലാണ്. ചേട്ടാ, ഇത്രയും 18 കൊല്ലം മുമ്പ് എനിക്ക് തോന്നുന്നു മലയാള സിനിമ ടോട്ടൽ എടുത്താൽ എപ്പോഴും പരീക്ഷണങ്ങളുടെ ഏറ്റവും വലിയ ഒരു കലവറ എന്ന് പറയുന്നത് മലയാളമാണ്. കാരണം ആദ്യത്തെ 3D നമ്മളാണ്, പിന്നെ 70mm ഫിലിം നമ്മളാണ് ആദ്യം കൊണ്ടുവന്നത്. അതേപോലെ തന്നെ എടുത്തു വെക്കാവുന്ന വലിയൊരു അത്ഭുതമാണ് ഈ പറയുന്ന അത്ഭുത ദ്വീപ്. തീർച്ചയായിട്ടും. ശരിക്കും നമുക്ക് ഒരിക്കലും ഈ ഫാന്റസി എന്ന് പറയുന്നത് ശരിയാണ്, സിനിമകളിലൂടെ നമ്മൾ എല്ലാവരും അംഗീകരിക്കുന്ന ഒരു കാര്യം. പക്ഷെ ഈ 2 എക്സ്ട്രീം, ചെറിയ ആളുകളും ഭയങ്കര ഹ്യൂജ് ആയിട്ടുള്ള, നമ്മളൊക്കെ പേടിക്കുമല്ലോ. സത്യം പറഞ്ഞാൽ നമുക്ക് ചിന്തിക്കാൻ പറ്റത്തില്ല. ഉണ്ട് അങ്ങനെയൊക്കെ. ഉണ്ടാവോ? ആഫ്രിക്കയിലൊക്കെ ഉണ്ടെന്ന്, ഈദി അമീനൊക്കെ അല്ലേ. ഇവിടെ ഉണ്ടോന്നുള്ളത് നമുക്കറിയില്ല. പക്ഷെ ഇത് കാണുമ്പോ, ഈ സിനിമ കാണുമ്പോ നമ്മൾ എന്താ വിചാരിക്കുന്നത്, ദൈവം ഇങ്ങനെ ശരിക്കും. അപ്പൊ അല്ല, ശരിക്കും ഈ 2 എക്സ്ട്രീം കാണുമ്പോഴാണ് നമുക്ക് അയ്യോ സഹിക്കാൻ പറ്റത്തില്ലായിരുന്നു. അല്ല, എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനകത്ത് ഒരു കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞങ്ങളിപ്പം അത്ഭുത ദ്വീപിൽ അഭിനയിക്കുമ്പം കൽപ്പന ചേച്ചി, അതുപോലെ തന്നെ ബിന്ദു പണിക്കർ, ഇവരെല്ലാരും ഉണ്ട്, ചേച്ചിമാരൊക്കെ. ഇവരെല്ലാരും ചെറിയ ആൾക്കാരോട് വർത്താനം പറഞ്ഞ ഇങ്ങനെ താഴോട്ടൊക്കെ നോക്കി ഞങ്ങൾ എന്നുള്ള രീതിയിൽ നിന്നിട്ട് നരഭോജികൾ വന്നതോടുകൂടി അവരിങ്ങനെയായി. എന്നിട്ട് ചേച്ചി പറയാ, അയ്യോ നിങ്ങൾക്ക് തോന്നുന്ന ഫീല് നമുക്ക് തോന്നി. മോളെ അത്ഭുത ദ്വീപിലെ ഡയലോഗ് ഒക്കെ പറയത്തില്ലയോ? ഞങ്ങൾക്ക് വേണ്ടി പറഞ്ഞു കേൾപ്പിക്കാവോ? ഏത് ഡയലോഗാ പറയാം? ഈ സൗന്ദര്യത്തിന് മുന്നിൽ മയങ്ങി വീഴാത്ത രാജാക്കന്മാരുണ്ടോ? ഈ സൗന്ദര്യമാണോ? ആരും മയങ്ങി വീണ് പോകും. നമ്മുടെ സാജൻ സാഗർ, ഇപ്പൊ മോള് പറഞ്ഞ ഡയലോഗ്, സാജൻ സാഗര ശരിക്കും പറഞ്ഞ എന്നെക്കാൾ കുറച്ചുകൂടെ ഹൈറ്റ് കുറവാ. അതുപോലെ തന്നെ എനിക്ക് എടുക്കാൻ പറ്റും, അത്രേ ഉള്ള ആള്. അപ്പൊ സാജൻ ഇതുപോലെ തന്നെ ഒരു ആക്സിഡന്റ് എല്ലാം കഴിഞ്ഞിട്ട് നടന്നു വരുമ്പോ ഒരു ബുദ്ധിമുട്ടുണ്ട്. അപ്പൊ ഇടയ്ക്ക് എന്നോട് പറയും, എന്നെ ഒന്ന് ശ്രദ്ധിച്ചോണേ, പറഞ്ഞു വീഴ. അങ്ങനെ 2-3 പ്രാവശ്യം സ്റ്റെപ്പ് ഔട്ട് ഇങ്ങനെ എന്റെ കയ്യിൽ കിട്ടിയിട്ടുണ്ട്.
അതുപോലെ ഒരു സീനിൽ ഇങ്ങനെ പിടിച്ചിട്ട് ഇങ്ങനെ പൊക്കി എടുക്കുന്നുണ്ട് പുള്ളിയെ ദേഷ്യപ്പെട്ടിട്ട്. ഏറ്റവും ഭയങ്കരമായിട്ടുള്ള ഒരു വിഷമം എന്ന് പറഞ്ഞാൽ ആ സിനിമയെ കുറിച്ച് ഓർക്കുമ്പോൾ സാജന്റെ ഒരു മിസ്സിങ്. സാജനെ എപ്പോഴും നമ്മളിങ്ങനെ മനസ്സുകൊണ്ട് ഇങ്ങനെ ഓർക്കും. കാരണം കട്ടയ്ക്ക് കൂടെ ഉണ്ടായിരുന്നു. അതുപോലെ സാജന്റെ ഓരോ സീൻ കഴിയുമ്പോഴും സെറ്റിൽ ക്ലാപ്പാണ്. ആ ഒരു ചിരി അങ്ങിടുമല്ലോ ഇടയ്ക്കിടയ്ക്ക്. അതെ അതെ അതെ. മോൾക്കറിയോ അങ്കിള് ചിരിക്കുന്നത് എങ്ങനെയാന്ന്? എങ്ങനെ ചിരിക്കുന്നത്? അതെ അതെ. അപ്പൊ അങ്ങനെയുള്ള ഒരു ചിരിയും സാജന്റേതായ സിഗ്നേച്ചർ. അപ്പൊ സാജന്റെ ഒരു വിയോഗം ഒരു വലിയ നഷ്ടമായിട്ട് തന്നെ മനസ്സിലുണ്ട്. നമുക്ക് അതിൽ ഓരോ കഥാപാത്രങ്ങളെ എടുക്കുവാണെങ്കിൽ ഈ നരഭോജി എന്ന് പറയുന്ന സംഭവം ശരിക്കും ഉള്ളതായിരിക്കുമോ? നരഭോജി ഒന്നും ഇല്ല. ഉണ്ട് കേട്ടോ, ആഫ്രിക്കയിലെ ഇവര് ഈദിയമീനൊക്കെ. ഇത്രയും സൈസ് കൂടിയ ആൾക്കാരാണോ? ഐസ് ഉണ്ടായിരുന്നോ അറിഞ്ഞൂടാ. ഈദിയമീനെ കാണാൻ സാധ്യത. അന്ന് കാണുമ്പം നമ്മൾ വിചാരിക്കും ശരിക്കും ഇങ്ങനെ ഉണ്ടാവും, അല്ലെങ്കിൽ ഇങ്ങനെ വന്ന് നമ്മളെ ഉണ്ട് ഏതൊക്കെയോ ഐലൻഡ്സിലൊക്കെ. അത് ഞാനും കേട്ടിട്ടുണ്ട്. അല്ല, ആ സിനിമ നിങ്ങൾ കുട്ടിക്കാലത്ത് കണ്ടെന്നല്ലേ പറഞ്ഞേ? അതെ. നിങ്ങൾ കാണുന്ന സമയത്ത് ഇവരെ കണ്ടിട്ട് പേടിച്ചിട്ടുണ്ടോ? അതല്ലേ ഞാൻ പറഞ്ഞത്, നമുക്ക് പേടിയായിട്ടുണ്ട്. ഞാൻ പേടിച്ചിട്ടുണ്ട്. അതായത് ഇങ്ങനെ വരുകയും ആ ഒരു ചിരിയൊക്കെ കാണുമ്പോഴത്തേക്കും വല്ലാത്തൊരു ആംഗിളിലാണ് അവരെ കാണിച്ചത്. വേറൊരു സാധനത്തിനോട് എന്നൊക്കെ പറഞ്ഞ് ചിരിക്കുമ്പോഴേ നമ്മൾ അങ്ങനെ ഒന്നുമില്ല. എന്നാലും എങ്ങനെയൊക്കെ അല്ല, സിനിമയിൽ അല്ലാണ്ട് ചിലപ്പോ റിയാലിറ്റിയിൽ ഇപ്പൊ ദേവി ചേച്ചി പറഞ്ഞാല് ചില കൺട്രീസിൽ ഉണ്ടാവും. ചില ഐലൻഡ്സിലുണ്ട് പക്ഷെ എന്താന്ന് വെച്ചാൽ അത്ഭുതമാണ്. ചിലർ പറയും നരഭോജി ഉണ്ട്, അങ്ങനത്തെ നരഭോജികൾ വരും എന്നൊക്കെ പറയും. നിങ്ങളിവിടെ പോ, നിങ്ങൾ എന്താ പേടിച്ചു? അല്ല പേടിക്കേണ്ടത്. ചേട്ടാ ഒന്ന് സൂക്ഷിക്കുന്നത് നല്ലതാ. ചേട്ടാ പുറകിൽ തിരിഞ്ഞു. അയ്യോ ചേട്ടാ. ഈശ്വര, കാണുന്നില്ലല്ലോ. ചേട്ടാ, പക്രു ചേട്ടാ. അയ്യോ ഇയാള് തിന്നാ എവിടെ പോയി? ഇത് തിന്നാൻ സാധ്യല്ല, കാരണം ചില്ല് വയറ്റിന്റെ ഉള്ളിൽ പോയ സെപ്റ്റിക് ആവത്തില്ല. പക്രു ചേട്ടാ, ചേട്ടാ എന്താ സംഭവം? നിങ്ങൾ പേടിച്ചു പോയല്ലേ? മനസ്സിലായി, ഞാൻ പറഞ്ഞില്ലേ പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. എനിക്കിങ്ങനെ ഒരു വേണമെങ്കിൽ ഒരു സെൽഫി എടുത്തു അവിടെ. നമ്മുടെ കമ്പനി, നമ്മുടെ ഫ്രണ്ട്സ് ആണ്. അഷിമു. പിന്നെ അല്ല ചേട്ടൻ എങ്ങനെ കയ്യിലെടുത്ത്? ഞാൻ കയ്യിലെടുത്ത് പ്രത്യേകിച്ചൊന്നുമില്ല. ഒരൊറ്റ ഡയലോഗ് ഞാൻ പറഞ്ഞോളൂ. ആണോ? അപ്പോഴേക്കും കമ്പനിയായി. ഇതല്ലേ ഒരു ഡയലോഗിൽ ചേട്ടൻ. ഞാൻ വിചാരിച്ചു എന്റെ പൊന്നെ. അല്ല എന്ത് ഡയലോഗാ ചേട്ടൻ പറഞ്ഞേ? ഒറ്റ ഡയലോഗ് ഞാൻ പറഞ്ഞോളൂ. എന്നെ തിന്നാൽ ഒന്നും ആവൂല, നിങ്ങൾക്ക് വേണമെങ്കിൽ ഞാനൊരു ബൊഫേ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അങ്ങനെ അത് പറഞ്ഞപ്പോഴേക്കും കമ്പനിയായി. ഞാൻ പറഞ്ഞ ബൊഫേ സെറ്റ് ഇല്ലേ, ഈ നിൽക്കുന്ന നിരന്ന് നിൽക്കുന്ന 3 എണ്ണം ഞങ്ങളോ ഒരു സൈഡിൽ നിന്ന് തിന്നാം, ഒരാഴ്ചത്തേക്കുള്ളതൊട്ട്. അല്ല അയ്യോ അതെങ്ങനെ പിടിച്ചോ? ഫുഡ് പോയിസൺ അയ്യോ പാർശ്യാലിറ്റി കാട്ടിൽ അതേ ഒരാളെ അതെ. ഈ ബൊഫേ ഒക്കെ കഴിയുമ്പോഴത്തേക്കും ഈ ഡെസേർട്ട് ആയിട്ട് ഒരു ഗുലാബ് ജാമുൻ ആവശ്യമല്ലേ? ഇപ്പോഴാണ് ബൊഫേ കംപ്ലീറ്റ് ആയത്. നമ്മൾ ബുഫേ കംപ്ലീറ്റ് ആയെങ്കിൽ എനിക്കൊരു കാര്യം പറയാനുണ്ട്. ഇതിലും ഭേദം നരഭോജി പിടിക്കുന്നതായിരുന്നു. എന്റെ 2 ഭാര്യയെല്ലാം ഒടിഞ്ഞ്. ഇപ്പോഴാണല്ലേ കറക്റ്റ് ആയത്. ഇത് ഷിബു. ശിവചേട്ടൻ ഞാൻ കാണണം എന്ന് വിചാരിച്ചിരിക്കുവായിരുന്നു. അതായത് ഈ സൈസ് ഒന്നും പേടിക്കും, വളരെ കുഞ്ഞു മനസ്സാണ്. ഫുൾ ടൈം ചിരിയാണ്. അതുപോലെ തന്നെ ടോൾമെൻ അസോസിയേഷൻ എന്ന് പറഞ്ഞൊരു അസോസിയേഷൻ ഉണ്ട്. അതുപോലെ തന്നെ ഇവർക്ക് ഒരു സ്പെഷ്യൽ സെക്യൂരിറ്റി വിങ് ഒക്കെ ഉണ്ട്. ഞങ്ങൾ ടോൾമെൻ അസോസിയേഷൻ, ടോൾമെൻ ഫാമിലി ക്ലബ്ബ് കേരളത്തിലെ അതുപോലെ തമിഴ്നാട്, കർണാടക 3 സ്റ്റേറ്റിലായിട്ട് VIP ഫംഗ്ഷൻസുകൾ കൺട്രോൾ ചെയ്താണ്. 3000-ഓളം മെമ്പേഴ്സ് ഉണ്ട്. എല്ലാവരും 6 മേൽ പൊക്കമുള്ളവരാണ്. അതിനാണ് 20 പേരെ അത്ഭുതദ്വീപിലേക്ക് സെലക്ഷൻ കിട്ടിയിരുന്നത്. എന്തെങ്കിലും ഓർമ്മയുണ്ടോ നമ്മള് സമയത്ത്? തീർച്ചയായിട്ടും എന്തായിരുന്നു? നമ്മള് ഗോവയിൽ വെച്ചിട്ടുള്ള ഫൈറ്റ്, കുതിരപ്പുറത്ത് വരുന്ന ആ സീനൊക്കെ ഞങ്ങൾ ചെല്ലുമ്പോൾ ആ സീൻ എടുത്തോണ്ടിരിക്കുകയായിരുന്നു. അതിനുശേഷം ടെന്റ് സീൻ,
അല്ലെ നല്ലൊരു സ്റ്റണ്ട് സീൻ എനിക്ക് മറക്കാൻ പറ്റൂല. ഇവരാരും ഇതിനു മുമ്പ് സ്റ്റണ്ട് ചെയ്ത് പരിചയമുള്ളവരല്ല. ശിവചേട്ടൻ ചിലര് first movie അതെ. അഭിനയിച്ചും പരിചയമില്ല. ഇവർക്കൊക്കെ ആദ്യത്തെ അല്ലേ. അപ്പൊ സ്റ്റണ്ട് മാസ്റ്റർ എന്നെ എടുത്തെറിയുന്ന സീനൊക്കെ ഉണ്ട് ഇദ്ദേഹം. ആ, ഉണ്ട്, ഉണ്ട്, ഉണ്ട്. ഓർമ്മയുണ്ട്. ബെഡ് ഇട്ടിട്ട് സ്റ്റണ്ട് മാസ്റ്റർ എന്നെ എടുത്തിട്ട് ഇങ്ങനെ ഇട്ട് കാണിച്ചു കൊടുക്കും. എനിക്ക് ട്യൂപ്പില്ലല്ലോ. ഞാൻ ട്യൂപ്പില്ലാത്ത ഞാനിങ്ങനെ നിൽക്കുവാണല്ലോ. ഇനി ടേക്ക് എടുക്കാന്ന് പറഞ്ഞ് ഷിബുവിന്റെ കൈ കൊടുക്കും. ഷിബു എന്താ ചെയ്യുന്ന അറിയോ? ഇവിടെ ശബരിമല തേങ്ങ ഉടയ്ക്കുന്ന ഒരു അടുത്ത കെട്ട് ഞാൻ ചൂടുവെള്ളത്തിൽ കിടക്കും. ചേട്ടൻ ശരിക്കും എത്ര സിനിമ ചെയ്തിട്ടുണ്ട്? ഈ 2 സിനിമ ചെയ്തിട്ടുള്ളതോ? 7 സിനിമ കഴിഞ്ഞു. 7 സിനിമ കഴിഞ്ഞു. മലയാളത്തിലാണോ? മലയാളത്തില് ഇനാഗ്രേഷനൊക്കെ പോകുന്നുണ്ട്. അടിപൊളി അടിപൊളി. ഷിബു വീട് എവിടെയാണ്? വീട് ചാലക്കുടി അടുത്ത് തുമ്പൂർ എന്ന് പറയും. ആരൊക്കെയുണ്ട് വീട്ടില്? എനിക്ക് 2 സിസ്റ്റേഴ്സ് ആണ്, അവർ മാരീഡ് ആണ്. പിന്നെ എന്റെ വൈഫിന്റെ പേര് അഞ്ജു ഷിബു. തിരുവനന്തപുരത്ത് ആണ് വീട്. ഓക്കെ അപ്പനമ്മ ഉണ്ടായിരുന്നു, ഇപ്പൊ മരിച്ചു. ഓക്കെ. ഒരു എക്സൈറ്റ്മെന്റിന് പുറമെ ചോദിക്കുന്നതാണ്, എല്ലാരും ചോദിക്കുന്ന ക്ലീശ ക്വസ്റ്റ്യൻ ആണ് ചോദിക്കുന്നത്. വീട്ടില് വേറെ ആർക്കൊക്കെ ഇത്ര ഹൈറ്റ് ഉണ്ടോ? ഇല്ല ആർക്കും ആർക്കും ഇല്ല. വൈഫ് എത്ര ഹൈറ്റ് ഉണ്ട്? വൈഫ് 5.5 അടി. 5.5 അടി. ഓക്കെ. സിസ്റ്റേഴ്സ് ഒന്നും ടോളല്ല. അല്ല. എന്തായാലും രണ്ടുപേരും ഒരുമിച്ച് വീണ്ടും കാണാൻ സാധിച്ചതിൽ ഒരുപാട് സന്തോഷമുണ്ട്. അപ്പം ചേട്ടാ, താങ്ക് യു സോ മച്ച് ഫോർ ജോയിനിങ് വിത്ത് us. ഇനി ഒരുപാട് അതേപോലെ പത്രച്ചേട്ടൻ ഒരു പുതിയ പടത്തിലേക്ക് ഒരുമിച്ച് ചെയ്യാന്നും കൂടി ഒരു പ്രോമിസ് വന്നിട്ടുണ്ട്. വെരി ഗുഡ് വെരി ഗുഡ്.